ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒന്ന് കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ കോഴിക്കോട് അങ്ങാടിയെല്ലാം കണ്ട് ആസ്വദിച്ച് വരാമെന്ന് വെച്ച് നമ്മളിത് ഇങ്ങനെ രണ്ടുപേര് തൊപ്പി ധരിച്ചിട്ടാണ് യാത്ര. നടരാജ്, ഇത് മാനാഞ്ചിറ മൈതാനല്ല, കുളം, അതിൻ്റെ സൈഡിലാണുള്ളത്. മൈതാനമുണ്ട്, കണ്ട കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വെറൈറ്റി, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന, മുതിർന്നവർക്കും കളിക്കാൻ പറ്റുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന, ആസ്വദിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. എൻജോയ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് കോഴിക്കോട്, അല്ലേ? കോഴിക്കോട് വൻ നഗരങ്ങളിൽ പെട്ടതാണ്. വൻ നഗരങ്ങളെപ്പോലെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഗരം കൂടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കവലയിൽ നിന്നൊരു വീഡിയോ ഇങ്ങനെ എടുത്ത്, കാഴ്ചകൾ കാണാൻ മനോഹരം തന്നെ, ഒരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക, നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ. ഓക്കെ, ഞങ്ങളുടെ കൂടെ പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ മിഠായി തെരുവിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. മിഠായി ഇഷ്ടം പോലെയുണ്ട്, പലതരത്തിലുള്ള മിഠായികൾ, ഡ്രസ്സുകൾ, എന്ത് വേണ്ട ഒട്ടനവധി സാധനങ്ങൾ ഇവിടെയുണ്ട്. വമ്പിച്ച വിലക്കുറവുമായിരിക്കും കേട്ടോ എല്ലാത്തിനും. രാവിലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആൾ കുറവാണ്, കാരണം രാവിലെ തന്നെയല്ലേ കടകൾ തുറക്കുന്നുള്ളൂ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ജനപ്രവാഹമാണ്. ഡ്രസ്സ് എടുക്കാനും മറ്റുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാനും വെറുതെ നടക്കുന്നവരും ഐസ്ക്രീമും നുണഞ്ഞ് നടക്കുന്നവരും ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പൊരി വെയിലത്ത് തൊപ്പി മേടിച്ചുകൊണ്ട് ഇതായി ഒരു ഗുണമായി. തൊപ്പി ചെറിയ പൈസയുള്ളൂ, അതിന് പല റേറ്റിലുണ്ട്. 50 രൂപ മുതൽ മേൽപോട്ട് തൊപ്പികളുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യമുള്ളൊരു 150 രൂപേൻ്റെ തൊപ്പി മേടിച്ചു. അത് ഞങ്ങളിട്ട്. പിന്നെ ഈ തെരുവ് കണ്ട, ഇതിൽ ഞാൻ ഉത്തർപ്രദേശിൽ പോയ ഒരു കാണേണ്ട ഊടുവഴികളാണ്. പഴയ ബിൽഡിങ്ങിൻ്റെ ഊടുവഴികൾ ഇതുപോലെ തോന്നിപ്പോന്നു. എനിക്കതാണ്, ഉത്തർപ്രദേശിൽ പോയി ഞാൻ വൃന്ദാവൻ പോയിരുന്നു, മധുര ഒക്കെ പോയിരുന്നു. അപ്പോൾ കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള തെരുവുകളാണ് കാണുക. അതായത് ചെറിയ ചെറിയ ഊടുവഴികൾ, ഇതേപോലെ ബിൽഡിംഗ് ഉണ്ടാവും, അടുത്തടുത്ത് ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഗ്യാപ്പിലേക്കൂടി ചെറിയ 2 പേർക്ക് ഒരുമിച്ച് നടക്കേണ്ട ആ വീതി ഉണ്ടാവും. പക്ഷേ അതിലേക്കൂടി വണ്ടിയും പോവും. കണ്ടിട്ടില്ലേ? ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു സ്കൂട്ടർ പോകുന്നത്? അതുപോലെ ഇങ്ങനെ നിരന്തര സ്കൂട്ടറും കാര്യങ്ങളൊക്കെ പോകും. ഒരു സംഭവം തന്നെയാണ്. അതാണ് എനിക്ക് ഓർമ്മ വന്നത് കാശിയിൽ ഇത് കണ്ടുതരം. ഒട്ടനവധി ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, വമ്പിച്ച വിലക്കുറവിൽ. അതാണ് മിഠായി തെരുവ്, അല്ലേ? കണ്ട, ഞാൻ ഇവിടുന്ന് വന്ന് നോക്കുമ്പോഴത്തേക്ക് പിന്നെയും ഊടുവഴി. ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തിരിയില്ല, എവിടെ എത്തിച്ചേരുക എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഗല്ലികളാണ്. അടിപൊളി മനോഹരമായ ഒരു കൃഷ്ണൻ്റെ രാധേൻ്റെ ഫോട്ടോ കണ്ട, എനിക്ക് എടുത്ത് കണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് വളവിൽ തിരിഞ്ഞ് ഈ ഇടത്തോട്ടും വലത്തോട്ടും നേരെയും പിന്നെയും തിരിഞ്ഞും ഇങ്ങനെ തിരിഞ്ഞ് പോകുമ്പോൾ ഇവിടെ എത്തുക, പുറത്തേക്കുള്ള വഴി വളരെ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ഇതെല്ലാം നല്ലൊരു എൻജോയ്മെൻറ്റാണ് കേട്ടോ. ഇങ്ങനെ നടന്ന് പോകുന്നത് തന്നെ, ഒന്നും മേടിക്കാനൊന്നും ഇല്ലെങ്കിൽ തന്നെ 2 പേരുണ്ടെങ്കിലോ അല്ല ഒറ്റക്കാണെങ്കിൽ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ തന്നെ സമയങ്ങളൊക്കെ ടെൻഷനൊക്കെ പോകും. അതാണ് ഈ മിഠായി തെരുവിൻ്റെ പ്രത്യേകത. ഒരു അരമണിക്കൂർ ഇതിലേ കൂടി ഒറ്റയ്ക്ക് നടന്നാൽ മതി, കാഴ്ചകളെല്ലാം കണ്ടിട്ട് ടെൻഷനൊക്കെ ഉള്ളവരെല്ലാം ആ ടെൻഷനെല്ലാം മാറിക്കൊള്ളും. അത്രയും മനോഹരമായ ഒരു സംഭവം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കെത്തി. ചെറിയ പോക്കറ്റ് റോഡിലെത്തി. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മിഠായി തെരുവ്, ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മിഠായി തെരുവ് എത്തും. അപ്പോൾ ഞങ്ങൾ വലത്തോട്ടേക്ക് പോയി മിഠായി തെരുവിൻ്റെ മെയിൻ റോഡിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ 10, 20, 30 ഏതെടുത്താലും പൈസ, വമ്പിച്ച വിലക്കുറവ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് അവിടെയുണ്ട്. അവിടെയെല്ലാം തിരക്കാണ്. പക്ഷേ ഉള്ളിൽ കയറിയാൽ അറിയും വിലക്കുറവാണോ അല്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഓരോന്ന് കണ്ടേച്ചും പോയി. 5, 10, 15, 20, 30 അങ്ങനെയുള്ള ഓരോ സാധനത്തിന് പല റേറ്റുകളാണ്. അപ്പോൾ ചെറിയ പൈസയല്ലേ. അപ്പോൾ ചെറിയ സാധനങ്ങളെല്ലാം കുട്ടികൾക്കും എല്ലാം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ചെറിയ പൈസയൊക്കെ കിട്ടും. അപ്പോൾ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ മിഠായി തെരുവ് സന്ദർശിക്കുക. നടത്താം 1 മണിക്കൂർ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഭക്ഷണ ഹോട്ടലുണ്ട്, ജ്യൂസ് കടകളുണ്ട്, എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ആയിട്ട് കിട്ടും. റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്.
ഒക്കെ ഉണ്ട്. ഒരു പാർക്ക്, മിനി പാർക്ക് എന്ന് തന്നെ പറയാം, പാർക്ക് പോലെ അത്. അപ്പോൾ കണ്ട ഇവിടുന്ന് നമ്മൾ നേരെ ഇടത് ഭാഗത്ത് ജ്യൂസ് കടയാണ്, നമ്മൾ ഇതാ മെയിൻ മിഠായി തെരുവിലേക്ക്. ഈ റോഡ് നേരെ പോകുന്നത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇതിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. അങ്ങനെ ശങ്കരൻ ബേക്കറി ഉണ്ട് ഇവിടെ, അടിപൊളി കിടു അലുവയാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് വരുന്നവരെ ഈ മിഠായി തെരുവിലുള്ള ശങ്കരൻ ബേക്കറിയിൽ കയറുക. നല്ല സൂപ്പർ മെഗാ ഹിറ്റ് പല തരത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള അലുവ കിട്ടും ഈ ശങ്കരൻ ബേക്കറിയിൽ. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഇവിടെ വന്ന് ബേക്കറി ആലുവ മേടിക്കുക, കോഴിക്കോട് ആലുവ. ഇതങ്ങനെ നമ്മൾ എന്നിട്ട് റെയിൽവേ പാലത്തിലേക്ക് എത്തി. റെയിൽവേൻ്റെ മേൽപ്പാലം നമ്മളൊന്ന് ബീച്ചിലേക്ക് നടന്ന് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ്. അങ്ങനെ പോകുമ്പം കണ്ടു ഇതേ ഒരു ബിൽഡിങ്, കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്, ഉയരാൻ പോകുന്നത്. അത്ഭുതം തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.